എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ കൊളുത്തുകൾ മുറുക്കരുത്. ഉള്ളിൽ ശ്വാസം മുട്ടുന്നുണ്ട്. പനിനീർ പൂക്കൾ കൊണ്ട് എന്നെ മൂടരുത്. അവയുടെ മണം എന്നെ അസ്വസ്ഥനാക്കുന്നു. എൻ്റെ കണ്ണുകൾ കെട്ടരുത്. എനിക്ക് കാഴ്ചകൾ കാണണം. എൻ്റെ കൈകൾ ബന്ധിക്കരുത്. എനിക്ക് നക്ഷത്രങ്ങളെ തൊടണം. ഈ യാത്രയിൽ എനിക്ക് കൂട്ടായി ഒരു കുപ്പി മദ്യം മാത്രം മതി. എനിക്ക് മരിക്കാതിരിക്കാൻ അത് വേണം. മലയാള കവിതയിലെ അരാജകത്വത്തിൻ്റെ രാജകുമാരൻ എന്നാണ് അയ്യപ്പൻ അറിയപ്പെടുന്നത്. തെരുവുകളെ വീടാക്കിയും കവിതയെ പ്രാണവായുവാക്കിയും ജീവിച്ച ഈ കവി ആധുനികാനന്തര കവിതയ്ക്ക് പുതിയൊരു ഭാവുകത്വം നൽകി. 1949 ഒക്ടോബർ 27 തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് അദ്ദേഹം ജനിച്ചത്. സത്യത്തിൽ അയ്യപ്പൻ്റെ ജീവിതം ഒരു വലിയ ദുരന്ത നാടകം പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, മരണത്തിൻ്റെ മണം പിടിച്ചാണ് ബാല്യം കടന്നുപോയത്. അറുമുഖം എന്നാണ് അച്ഛൻ്റെ പേര്. അമ്മ മുത്തമ്മാൾ. സ്വർണ്ണപ്പണി ചെയ്തിരുന്ന ഒരു സമ്പന്ന കുടുംബമായിരുന്നു അവരുടേത്. അയ്യപ്പന് കേവലം 1 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നത്. അച്ഛൻ്റെ മരണം ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവിതത്തെ അനാഥത്വത്തിൻ്റെ ആദ്യ നിഴലിലേക്ക് തള്ളിവിട്ടു. അച്ഛൻ്റെ മരണശേഷം അമ്മ മറ്റൊരു വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. അയ്യപ്പന് 15 വയസ്സുള്ളപ്പോൾ അമ്മയും ആത്മഹത്യ ചെയ്തു. ഈ 2 ആത്മഹത്യകളും അയ്യപ്പൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി. മരണത്തെയും ഏകാന്തതയെയും അത്രത്തോളം പ്രണയിക്കാൻ ഒരുപക്ഷെ ഈ സംഭവങ്ങളാകാം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അമ്മയുടെ മരണശേഷം മൂത്ത സഹോദരി സുബ്ബലക്ഷ്മിയും ഭർത്താവ് കൃഷ്ണനുമാണ് അയ്യപ്പനെ വളർത്തിയത്. സഹോദരിയെ അയ്യപ്പൻ അമ്മ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമായ കാഴ്ച പ്രസിദ്ധീകരിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ആദ്യ തെളിവുകളായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നേമത്തും ബാലരാമപുരത്തുമായാണ് അയ്യപ്പൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയും ചെയ്തു. കുറച്ചുകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ജനയുഗത്തിൽ ജോലി ചെയ്തു. പിന്നീട് പ്രഭാത് ബുക്ക് ഹൗസ്, DC ബുക്സ് എന്നിവിടങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ അക്ഷരം എന്ന പേരിൽ ഒരു ലിറ്റിൽ മാഗസീനും അദ്ദേഹം നടത്തിയിരുന്നു. അയ്യപ്പൻ്റെ കവിതകൾ കേവലം വരികളല്ല, മറിച്ച് വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും പച്ചയായ ആവിഷ്കാരങ്ങളായിരുന്നു. പനിനീർ പൂക്കൾക്കോ ആഡംബരങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സ്ഥാനമില്ലായിരുന്നു. പകരം തെരുവ്, ലഹരി, മരണം, ഏകാന്തത തുടങ്ങിയ തീക്ഷ്ണമായ ബിംബങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വ്യവസ്ഥാപിതമായ കവിതാരീതികളെ ലംഘിച്ച അദ്ദേഹം മലയാള കവിതയിലെ അരാജകത്വത്തിൻ്റെ ഐക്കണായി അറിയപ്പെടുന്നു. കലാലയ ചുമരുകളിലും ചർച്ചകളിലും അയ്യപ്പൻ കവിതകൾ വലിയ തരംഗമുണ്ടാക്കി. കവിതയും ജീവിതവും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരു അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹം. പ്രധാന കവിതാ സമാഹാരങ്ങൾ: 1999 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വെയിൽ തിന്നുന്ന പക്ഷി. അയ്യപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രചനകളിലൊന്നാണ് ഗ്രീഷ്മമേ സഖി. സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും തീക്ഷ്ണ ആവിഷ്കാരമായ ബുദ്ധനും ആട്ടിൻകുട്ടിയും. ആത്മപീഡനങ്ങളും മാനസിക വ്യാപാരങ്ങളും പ്രമേയമായ ചിത്തരോഗാശുപത്രിയിലെ ദിവസങ്ങൾ. മുറിവേറ്റ ശീർഷകങ്ങൾ എന്ന സമ്പൂർണ്ണ കവിതാ സമാഹാരം. കവിതാലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയ അയ്യപ്പനെ തേടി വൈകിയാണെങ്കിലും പ്രധാന പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. 1999 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആശാൻ പുരസ്കാരം 2010. മലയാള കവിതയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ നൽകിയ പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമിയുടെ മറ്റൊരു പ്രധാന പുരസ്കാരമായ കനകശ്രീ പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികൾക്ക് ലഭിച്ച അംഗീകാരങ്ങളിൽ ഒന്നാണ് പനപ്പള്ളി പുരസ്കാരം. അയ്യപ്പൻ അവാർഡുകളേക്കാൾ കൂടുതൽ വില കൽപ്പിച്ചിരുന്നത് ജനങ്ങളുടെ സ്നേഹത്തിനായിരുന്നു. പലപ്പോഴും അവാർഡ് തുകകൾ അദ്ദേഹം പാവപ്പെട്ടവർക്കോ
സുഹൃത്തുക്കൾക്കോ വീതിച്ച് നൽകാറുണ്ടായിരുന്നു. എൻ്റെ കവിതകൾ ആളുകൾ വായിക്കുന്നു എന്നതാണ് എനിക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അയ്യപ്പൻ്റെ ജീവിതത്തിൽ ഭരണകൂടത്തോടും വ്യവസ്ഥിതികളോടുമുള്ള കലഹം പലപ്പോഴും അദ്ദേഹത്തെ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. 1975-77 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചതിനും ഇടതുപക്ഷ ചിന്താഗതികൾ വച്ചു പുലർത്തിയതിനും അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ലോക്കപ്പിൽ ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾക്ക് അദ്ദേഹം ഇരയായിട്ടുണ്ട്. തൻ്റെ പല കവിതകളിലും ഈ വേദനയും രോഷവും പ്രതിഫലിക്കുന്നത് കാണാം. ജയിൽവാസം അദ്ദേഹത്തെ കൂടുതൽ കരുത്തനായ കവിയാക്കി മാറ്റി. അയ്യപ്പൻ ഒരു ഏകാന്ത പഥികൻ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് വലിയൊരു സുഹൃദ്വലയം ഉണ്ടായിരുന്നു. പ്രശസ്ത സംവിധായകൻ ജോൺ എബ്രഹാമുമായുള്ള അയ്യപ്പൻ്റെ ബന്ധം ഏറെ പ്രശസ്തമാണ്. ഇരുവരും അരാജകത്വത്തിൻ്റെ പാത പിന്തുടർന്നവരായിരുന്നു. ജോണിൻ്റെ അമ്മയറിയാൻ എന്ന സിനിമയുടെ നിർമ്മാണത്തിൽ അയ്യപ്പനും പങ്കാളിയായിരുന്നു. കടമനിട്ട രാമകൃഷ്ണൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ചുള്ളിക്കാടിൻ്റെ ചിദംബരം എന്ന പുസ്തകത്തിൽ അയ്യപ്പനെക്കുറിച്ച് സ്നേഹപൂർവ്വം പരാമർശിക്കുന്നുണ്ട്. സാമ്പത്തികമായി ഒട്ടും സുരക്ഷിതനല്ലായിരുന്നിട്ടും അക്ഷരം എന്ന പേരിൽ ഒരു ലിറ്റിൽ മാഗസിൻ അയ്യപ്പൻ നടത്തിയിരുന്നു. സ്വന്തം കവിതകൾക്ക് പുറമെ വളർന്നു വരുന്ന പല എഴുത്തുകാർക്കും അദ്ദേഹം അതിലിടം നൽകി. കച്ചവട താല്പര്യങ്ങളില്ലാതെ കേവലം സാഹിത്യത്തിനു വേണ്ടി മാത്രം അദ്ദേഹം അത് കൊണ്ടു നടന്നു. വെറുമൊരു മദ്യപാനിയായ കവിയായിരുന്നില്ല അയ്യപ്പൻ. പട്ടിണി കിടക്കുന്നവൻ്റെയും തെരുവിൽ ഉറങ്ങുന്നവൻ്റെയും വേദന കവിതയാക്കിയ രാഷ്ട്രീയ കവി കൂടിയായിരുന്നു അദ്ദേഹം. അയ്യപ്പൻ്റെ ജീവിതം പോലെ തന്നെ അവിശ്വസനീയവും വേദനാജനകവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യവും. 2010 ഒക്ടോബർ 21 ആ സംഭവം. ചെന്നൈയിൽ വെച്ച് നടക്കേണ്ട ആശാൻ പുരസ്കാരം ഏറ്റുവാങ്ങാനായി തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം തമ്പാനൂർ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷന് സമീപം റോഡരികിൽ ഒരാൾ അബോധാവസ്ഥയിൽ വീണ് കിടക്കുന്നത് പോലീസ് കണ്ടു. ഉടൻ തന്നെ അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോഴും അത് മലയാളത്തിൻ്റെ പ്രിയ കവി അയ്യപ്പനാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. വസ്ത്രങ്ങളിലോ കയ്യിലോ യാതൊരു തിരിച്ചറിയൽ രേഖകളും ഉണ്ടായിരുന്നില്ല. മൃതദേഹം ആരുമില്ലാത്ത ഒന്നായി മോർച്ചറിയിലേക്ക് മാറ്റി. പിറ്റേ ദിവസം പത്രങ്ങളിൽ അജ്ഞാതനായ ഒരാൾ മരിച്ച വാർത്തയും ചിത്രവും കണ്ടാണ് സുഹൃത്തുക്കളും സാഹിത്യലോകവും അത് അയ്യപ്പനാണെന്ന് തിരിച്ചറിയുന്നത്. മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കീശയിൽ ആകെ ഉണ്ടായിരുന്നത് അടുത്ത ദിവസം ചെന്നൈയിൽ പുരസ്കാരം വാങ്ങുമ്പോൾ വായിക്കാൻ കരുതിയ ഒരു കവിതയായിരുന്നു. ആ കവിതയുടെ വരികൾ ഇങ്ങനെയായിരുന്നു: ഇത്തിരി തണൽ തരിക, നന്ദി, അടുത്ത ജന്മത്തിലും നമുക്കിവിടെ കാണാം. സ്വന്തം മരണത്തെക്കുറിച്ച് മുൻകൂട്ടി കണ്ടതുപോലെ കവിത എഴുതിയ ഒരാളായിരുന്നു അയ്യപ്പൻ. എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് എന്ന് തുടങ്ങിയ വരികൾ എഴുതിയ കവിക്ക് ഒടുവിൽ തൻ്റെ ശവപ്പെട്ടി ചുമക്കാൻ ആയിരക്കണക്കിന് ആരാധകരും സുഹൃത്തുക്കളും എത്തുമെന്ന് മുൻപേ അറിയുമായിരുന്നിരിക്കാം. തിരുവനന്തപുരം നഗരത്തിലെ ഒരു അജ്ഞാത ശവമായി ഒടുങ്ങാൻ ആഗ്രഹിച്ചതുപോലെയായിരുന്നു ആ മടക്കം. അയ്യപ്പൻ മരിച്ചിട്ടില്ല. പകരം അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിലെ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു കവിതയായി ഇപ്പോഴും നടക്കുന്നുണ്ട്. മലയാളം ഉള്ളിടത്തോളം കാലം ആ ശവപ്പെട്ടി ചുമക്കുന്നവരോട് അദ്ദേഹത്തിന് ഇനിയും പലതും പറയാനുണ്ടാകും.